ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ട്രാവൽ വ്ലോഗോ കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് വീട്ടിലാണുള്ളത്. വീട്ടിൽ ചെറിയൊരു കുക്കിംഗ് പരിപാടിയാണ്. അപ്പോൾ കുക്ക് ചെയ്യുന്നത് ഞാനല്ല, അമ്മയാണ്. അപ്പോൾ അമ്മ അടുക്കളയിൽ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് ഒന്ന് പോയി നോക്കാം. അമ്മേ ഓക്കെ അല്ലേ? ഇന്ന് എന്താ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. കൽച്ചട്ടിയിലാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഓ, കൽച്ചട്ടിയിലാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാറ്. ഓക്കെ, ഇത് എത്രയോ വർഷങ്ങളായിട്ട് വീട്ടിലുള്ള കൽച്ചട്ടിയാണ് കേട്ടോ. കരിങ്കല്ല് കൊണ്ടുള്ള ചട്ടിയാണ് കേട്ടോ, ഉണ്ടാക്കിയ ചട്ടിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലാണ് നമ്മൾ ഇന്ന് ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതിന് ഏകദേശം ഒരുപാട് വർഷമായില്ലേ ഇവിടെ? അതായത് എന്റെ പ്രായമാണ് കേട്ടോ ഇത് കൽച്ചട്ടിക്ക് ഉള്ളത്. അതിലാണ് ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അമ്മ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് അവിടെ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടത് ആദ്യമായിട്ട് ബീഫ്. എത്ര ഉണ്ട് ബീഫ്? 500 ബീഫ് വാങ്ങിയിട്ട് നമ്മൾ കഴുകി വെള്ളം വാർന്ന് വെച്ച്. 500 ബീഫ് അല്ല, 1 കിലോ ബീഫ് ആയിരുന്നു വാങ്ങിയത്. 500 എടുത്തത്, ബാക്കി നമ്മൾ അവിടെ വെച്ചു. ഓക്കെ, 500 ബീഫ് നമ്മൾ കഴുകി. വെള്ളം തീരെ വേണ്ട. വെള്ളം നല്ല വാർക്കണം. അരിപ്പയിലിട്ടിട്ട് വാർത്തെടുത്ത് വെച്ച് പിന്നെ മല്ലിയും മുളകും വറുത്ത് പെരിഞ്ചീരകം കൂട്ടി വറുത്ത് പൊടിച്ചിട്ട് അതാണ് കുറച്ച് മതി. കുറച്ച് സാധനം പെരിഞ്ചീരം എല്ലാം കൂടി ഉള്ളത്. മുളക് പൊടിയും അതായത് നേരത്തെ നമ്മള് കുരുമുളകാണ് ഉപയോഗിക്കുന്നത്. കുറച്ചധികം കുരുമുളകാണ്. പിന്നെ ചെറിയ ഉള്ളി അത്രയും തന്നെ ഫ്രൈ ആയതുകൊണ്ട് 300 ഒരു 250-300 ഉള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളൂ. കറി ആകുമ്പോ 500 ബീഫിന് 500 ചെറിയ ഉള്ളി തന്നെ ഇടാറുണ്ട്. പിന്നെ ചെറിയ കുഞ്ഞു തക്കാളി മതി. ഒരു തക്കാളി മതി. കുഞ്ഞു ചെറിയ തക്കാളി, 2 പച്ചമുളക്, പിന്നെ കുരുമുളക് പൊടിച്ചത്, ഇഞ്ചി, പെരിഞ്ചീരകവും ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് ഇടാനാണ്. പിന്നെ കറിവേപ്പില ഇടാനും. പിന്നെ ഇത് അവസാനം വറവ് ചെയ്യാൻ തേങ്ങാക്കൊത്തും അറ്റൽമുളകും കൂടി അവസാനം വറവിടാൻ വേണ്ടിട്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബീഫ് ഉണ്ടാക്കാൻ. നമ്മൾ ഇന്ന് ബീഫ് മാത്രമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വട്ടയപ്പം ഉണ്ടാക്കണം, കള്ളയപ്പം ഉണ്ടാക്കണം. വട്ടയപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ കള്ളപ്പം. ഓക്കെ, കള്ളപ്പവും അതുപോലെ വെള്ളയപ്പവും ഉണ്ടാക്കണം. അത് മൂന്നും നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ പ്രിപ്പറേഷനിലാണ്. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ, ലേറ്റ് ആവണ്ട. ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടത്? അത് ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ബീഫ് ഗ്യാസിലല്ല, നമ്മൾ അടുപ്പിലാണ്. അതായത് നമുക്ക് ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പുണ്ട്. പുകയില്ലാത്ത അടുപ്പ് ശരിക്കും പുക ഉണ്ടോ? ഇതിനകത്ത് പുകയില്ല കേട്ടോ. 100% പുകയില്ലാത്ത അടുപ്പ് തന്നെയാണ്. പുക നമുക്ക് അകത്തേക്കൊന്നും കയറില്ല. അപ്പൊ നമുക്ക് ഈ അടുപ്പിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഗ്യാസ് ഇവിടെ ഉണ്ട്, പക്ഷേ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. പരമ്പരാഗതമായിട്ട് നമ്മൾ അടുപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതും പക്ക നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് ആയാലും ശരി, ഇതിലൊന്നും നമ്മൾ മസാലകളോ എക്സ്ട്രാ മസാലകളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒക്കെ നാടൻ മസാലകളും കാര്യങ്ങളും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ ബീഫും ചെറിയ ഉള്ളിയും കൂടി ഒരുമിച്ച് കൽച്ചട്ടിയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് അല്ലെ, ഉണക്കി വെച്ച ബീഫും അതിലേക്ക് 300 ഗ്രാം ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഒരുമിച്ച് കുഴച്ച് വെക്കുന്നത്. തീരെ വെള്ളം വേണ്ട. ഇതിൽ തന്നെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടാവും. നന്നായിട്ട് കുഴച്ചിട്ട് ഉപ്പൊക്കെ ചേർത്ത് ബീഫ് കുഴച്ച് വെച്ചതാണ്. ചെറിയ ഉള്ളിയും ബീഫും എല്ലാം കൂടി കുഴച്ചിട്ട് ഒരുമിച്ചാണ്. ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല കൊതി ഉണ്ടാവും. കാരണം ഈ കൽച്ചട്ടിയിലാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ കുക്കറിലൊക്കെയാണല്ലോ ഇത് വേവിച്ചെടുക്കാറ്. പക്ഷെ നമ്മളിത് പക്ക നേച്ചുറൽ ആയിട്ടുള്ള ഈ കല്ലിലാണ്. ഓക്കെ, അതാണ് ഇന്നത്തെ ഈ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം തിളക്കിട്ടല്ലേ. ഇത് തിളക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഇത് ഉണ്ടാക്കിയാലോ, വട്ടയപ്പം വെള്ളയപ്പം കൂടി ഉണ്ടാക്കിയാലോ. വട്ടയപ്പം എന്ന് പറയുന്നത് നമ്മളെ കള്ളപ്പല്ലേ, കള്ളപ്പം. പക്ഷെ കള്ള് വേണ്ടല്ലേ? അതിൽ കള്ള് വേണമെന്നില്ല. ഇത് 3 നമ്മൾ ഇന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോവാണ്. വെയിറ്റ്. ഇതൊരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. ഓൺലൈനിൽ വാങ്ങിയത്. ആരാ വാങ്ങി തന്നെ? ഓക്കെ, നമ്മളൊരു കസിന്റെ വൈഫ് നമുക്ക് വേണ്ടി വാങ്ങി തന്നാണ്. പ്രത്യേകതരം കണ്ടെയ്നറാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള മസാലകളും ഏലക്കായ, കുരുമുളക്, പെരിഞ്ചീരകം ഇങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ്. കാരണം നമുക്ക് ഇങ്ങനെ കറക്കിയിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സമയത്ത് നമുക്ക് എടുക്കാൻ വേണ്ടി. നമ്മളെന്താ ഉണ്ടാക്കാൻ പോകുന്നത്? വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ ചെമ്പിനകത്ത് വെള്ളം അല്ലേ, ഇങ്ങനെ വെള്ളം വെക്കുക. ഓക്കെ, തീ കൊടുക്കാൻ മറക്കരുത്. ഇതേപോലുള്ള ഒരു തട്ട് അല്ലേ, അപ്പത്തട്ട് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഈ അപ്പത്തട്ട് ഇതിനകത്തേക്ക് വെക്കുക. ഓക്കെ, വെള്ളം തിളച്ചതിന് ശേഷമാണ് ഈ സാധനം വെക്കേണ്ടത്. ഓക്കെ, നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താണ് മാവ്? എങ്ങനെയാ, എന്തൊക്കെയാ? അരിയും ചോറും തേങ്ങ. അരിയും 3 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ്, പിന്നെ കുറച്ച് 1 കപ്പ് അരക്കപ്പ്. അത് മധുരം വേണ്ട വിധം അത്ര ആവശ്യമുള്ള അത്രയും പഞ്ചസാര ഇട്ടിട്ട്
അടിച്ചു വെച്ചു, ഒരു നുള്ളു ഉപ്പും കൂട്ടി മിക്സിയിലിട്ട് അടിച്ചു വെച്ചു. അതന്നെ നല്ലോണം അരയണ്ട, നന്നായിട്ട് അരയണ്ട, ഒരു ചെറിയൊരു തരിതരിപ്പോടുകൂടി അരച്ചിട്ട് വെക്കുക. അപ്പോൾ വട്ടയപ്പത്തിനുള്ള മാവാണ് റെഡി ചെയ്യുന്നത്. ഇന്നലെ തയ്യാറാക്കി വെച്ചതാണ്. ഇന്നലെ തലേ ദിവസമാണ്. ഇപ്പൊ ഇന്ന് ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം തയ്യാറാക്കി വെക്കണം കേട്ടോ. ഇന്നുണ്ടാക്കിയാൽ മതി, 2-3 മണിക്കൂർ 4 മണിക്കൂർ വേണം ഉണ്ടാക്കി മാവ് ഉണ്ടാക്കിയിട്ട്. അതാണ് മാവ് വെക്കാൻ മതി. ഓക്കെ, ഇതേപോലുള്ള പാത്രം കേട്ടോ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതിന്റെ ഒരു ഷേപ്പിലുള്ള. ഷേപ്പില്ല, വലുതും ചെറുതൊക്കെ ഉണ്ടാവും. വലുതും ചെറുതൊക്കെ ഉണ്ട്. നമ്മളൊരു ചെറുതാണല്ലോ. ഓക്കെ, ആ ചെറുതിനകത്തേക്ക് നമ്മളിത് അത് എന്താ ചെയ്യുക? ഇതിനകത്ത് വെക്കും. ഇതിനകത്ത് ഈ തട്ടിലേക്ക് വെച്ചിട്ട് ഒഴിച്ച് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ, 25 മിനിറ്റ് അരമണിക്കൂർ നമുക്ക് വട്ടയപ്പം റെഡി ആവും. നമ്മുടെ ബീഫ് ഇവിടുന്ന് വേവുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയിലാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോയത്. ഓക്കെ, അത് ഇവിടെ തളച്ചോട്ടെ. ഇത് വെള്ളം ഒഴിച്ചില്ല കേട്ടോ, അത് പറഞ്ഞതല്ലേ. അപ്പൊ ചെറിയ ഉള്ളി നിറയെ ഉള്ളത് കൊണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതാണ് ഇതിന്റെ പരുവം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇത് ഇടേണ്ടത്. ഓക്കെ ഓക്കെ, വലിയ ഉള്ളി ചെറിയ ഉള്ളി ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിന്നും അതിൻ്റെ അകത്തുള്ള ഒരു എന്താ പറയുക നെയ്യ് ഉരുക്കിയിട്ടുള്ള വെള്ളം വരും. അതേപോലെ ഈ ചെറിയ ഉള്ളിൻ്റെ അകത്തു നിന്നുള്ള നീര് വരും. അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. ഓക്കെ, വെളിച്ചെണ്ണ അതിലേക്ക് പാർന്നതിന് ശേഷം ഒന്ന് അതെന്തിനു വേണ്ടി സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒന്ന് സൈഡിലൂടെ തേച്ചിട്ട് പാത്രം അതിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ മാവ് എത്ര ഒഴിക്കണം അതിനകത്തേക്ക്? കട്ടി കുറഞ്ഞതാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി അല്ലേ? ഇനിയിപ്പോ നിങ്ങളെ അനുസരിച്ച്, നിങ്ങളെ കട്ടിക്ക് അനുസരിച്ച് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഓക്കെ ഓക്കെ, അത് മൂടി വെക്കുക. ഓക്കെ, അതൊരു 20 മിനിറ്റ് ആയി കഴിഞ്ഞാൽ വട്ടയപ്പം അത് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, വട്ടയപ്പം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ സമയം നോക്കണം കേട്ടോ. ഈ 20 മിനിറ്റ് ആണ് അതിന്റെ സമയം. 20 മിനിറ്റ് നമ്മൾ നോക്കി ആ സമയം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകുന്നത്. ഇല്ല, കരിയൂല, കാരണം ആവിയിലാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കരിയാൻ ചാൻസ് ഇല്ല. പക്ഷെ അത് വെന്ത് അതിന്റെ ഓവർ ഇതിൽ അത് എന്താ പറയുക കേടായി പോകാൻ ചാൻസ് ഉണ്ട്. ബീഫ് വേവുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുള്ള വെള്ളം കണ്ടില്ല, ഇതിലൊരു തുള്ളി പോലും നമ്മൾ വെള്ളം വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനകത്ത് വെള്ളമുണ്ട്. ഇതിനകത്തുള്ള വെള്ളം ഉണ്ടോ, ഇതിനകത്തുള്ള വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് വെള്ളം ഒരു തുള്ളി പോലും വെക്കരുത്. ബീഫ് കഴുകിയതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം വാർത്ത് വെള്ളം വറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്. ഓക്കെ, അതാണ് കൽച്ചട്ടിന്റെ കരിങ്കൽ ചട്ടിയുടെ പ്രത്യേകത. ഒരിക്കൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തിളച്ചോണ്ടേയിരിക്കും. അതിന് തീ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിങ്ങനെ തിളക്കും. നല്ല സ്മെല്ല് വരുന്നു. ഇഞ്ചിയും കൂടി അരച്ച് കൊണ്ടുവരട്ടെ. പെരിഞ്ചീരകം ഇഞ്ചിയും കൂടി അരച്ചിട്ടാണ് ബീഫില്. അപ്പം ഇഞ്ചിയും പെരിഞ്ചീരകം കൂടി അരച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഈ അമ്മി കുട്ടി മുന്നോട്ടിടരുത് കേട്ടോ, എൻ്റെ ക്യാമറ പൊട്ടിത്തെറിച്ചു. കൈമൊന്നും സ്ലിപ്പായി പോരുതേ. ഇത് ഈ തറവാട്ടിൽ പണ്ട് കൊണ്ടേ ഉള്ള അമ്മിയാണ്. ഞാൻ വരുമ്പോഴേ ഉള്ള അമ്മിയാണ്. 18-28 അപ്പോൾ 28 വർഷത്തോളം പഴക്കമുള്ള അമ്മിയിലാണ് ഇപ്പോൾ അരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ മുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചു കൊണ്ടുവന്ന പെരിഞ്ചീരകവും ഇഞ്ചിയും അരച്ചത് ഇതാണ്. ഇതൊന്നൊന്ന് ഇളക്കിയിട്ട് പെരിഞ്ചീരകവും ഇഞ്ചിയും അരച്ചത് ബീഫിലേക്ക് ഇടുകയാണ് കേട്ടോ. വെള്ളമുണ്ട്. നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. കുറച്ച് കുരുമുളകും തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പട്ടയപ്പം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ നമ്മൾ ഏകദേശം ഹാഫായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അണ്ടിപ്പരിപ്പും മുന്തിരി. വേണമെങ്കിൽ മതി കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഇതേപോലെ ഒരു ഡിസൈൻ പോലെയാണ് കേട്ടോ അത്, അല്ലാതെ ഇത് വലിയ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇതേപോലെ എന്നിട്ട് മൂടി വെക്കുക. ഇനി വെള്ളയപ്പത്തിന് വേണ്ടി കത്തിച്ചതാണ്. ഓക്കെ, വെള്ളയപ്പത്തിനുള്ള ചട്ടി, പച്ചമുളക് ബീഫിലേക്ക് ഇടണം കേട്ടോ.
ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി. ഇതിനിടയിൽ നമ്മൾ വട്ടയപ്പവും വെള്ളയപ്പവും ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട്. എങ്കിലും നമുക്ക് സമയബന്ധിതമായി ഈ കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിലവിലിപ്പോൾ ചെറിയ തീയിലാണ് ഇത് വെന്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെള്ളയപ്പത്തിനുള്ള മാവ് നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്നാവില്ലേ വെള്ളയപ്പം? ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പവും വട്ടയപ്പവും കൂടെ ഒരുമിച്ചാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ നമ്മുടെ ബീഫും കണ്ടില്ലേ? വെള്ളപ്പം റെഡി അല്ലേ? അതിലെടുക്കണ്ടേ? ജസ്റ്റ് കൈ കൊണ്ട് എടുത്താൽ മതി. വാവ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടുണ്ടോന്ന് ഇങ്ങനെ കുത്തി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. വെന്തിട്ടുണ്ടോ? ഓക്കെ, ഇതിൻ്റെ മുകളിൽ പിടിക്കുന്ന, അതായത് ഈ കുത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പിടിക്കുന്നില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, നമുക്ക് എടുക്കാതെ. ഇവിടെ ഞാൻ ഒരു പ്ലേറ്റിൻ്റെ ഷേപ്പിൽ വാഴയില ഇങ്ങനെ കറക്റ്റ് വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എടുക്കാം. അടുപ്പിൽ തീരെയില്ല. ഈ കരിങ്കൽ ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ. അതിൻ്റെ ഓൾറെഡി ഒരു ചൂടുണ്ടാവില്ല, ആ ചൂടിൽ ഇതിങ്ങനെ തിളയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ എണ്ണ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പാറപ്പെടും. തേങ്ങാക്കൊത്ത്, പച്ചമുളക്, കുരുമുളക് കുറച്ച് കൂടുതൽ വേണേ. ഓക്കെ, 2 ടീസ്പൂൺ വേണം. ഓക്കെ, കറിവേപ്പില ഏറ്റവും കൂടുതൽ കുറച്ച് അധികം കറിവേപ്പിലയും വേണമെന്നാ പറയും. നമ്മുടെ ബീഫ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി. സ്പൂൺ നമ്മൾ വറവിനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉള്ളി, വെളുത്തുള്ളിയുടെ ചെറിയ തേങ്ങ കൊത്തുന്നതാണ്. ഇതുപോലെ കുരുമുളകുണ്ട് കേട്ടോ. ചുവന്ന മുളക് കുറച്ചേ ഉപയോഗിച്ചുള്ളൂ. 3-4 മുളകല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. വറവ് നമ്മൾ ഈ കറിയിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. പൊന്തിക്കുമ്പോൾ പാത്രം ഇതിൻ്റെ അടപ്പ് പൊന്തിക്കുമ്പോൾ നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ, കറിവേപ്പില കുറച്ച് അധികം ഇടണം കേട്ടോ. എന്നിട്ട് മൂടി വെക്കണം. എല്ലായിടത്തും മൂടി വെക്കണം. ഇളക്കാതെ മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാം. ബീഫ് നമ്മളിങ്ങനെ ഇളക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇപ്പം ക്യാമറ ചെയ്യുന്ന അമ്മ കേട്ടോ. അമ്മ ഞാൻ ക്യാമറ ആക്കി ഇതിലേക്ക് ആണെങ്കിൽ വാവ്, സൂപ്പർ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതൊക്കെ മിക്സായി വരുമ്പോഴേക്കും പ്രത്യേകിച്ച് കുരുമുളകിൻ്റെ ഒക്കെ ഇതിനകത്ത് പിടിച്ച്, വറ്റൽമുളകിൻ്റെ അതിൻ്റെയൊക്കെ നീര് ഇതിൽ പിടിച്ച് വരുന്നുണ്ട്. ആ ഒരു സ്മെല്ല് ശരിക്കും വരുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന്. നോക്കൂ, ബീഫ് ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ബീഫ് ഫ്രൈ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളപ്പവും വെള്ളപ്പം ഉണ്ടാക്കിയത്. രണ്ടിലും മധുരം കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ, പഞ്ചസാര കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കാരണം ഇതുണ്ടല്ലോ, ഫ്രൈ ഉണ്ടല്ലോ. നമ്മളുണ്ടാക്കിയ വട്ടയപ്പം റെഡി. കഴിച്ചു നോക്കട്ടോ. അച്ഛനെ വിളിച്ചാലോ കഴിക്കാൻ? അച്ഛാ വാ, ഒരു സംഭവം ടേസ്റ്റ് നോക്കാൻ വേണ്ടിയാ. അച്ഛനും കൂടെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ,
ഇഷ്ടപ്പെട്ടല്ലേ? ബീഫ് അപ്പം ഞാൻ പറയാം കഴിച്ചിട്ട് അഭിപ്രായം പറ. ടേസ്റ്റ് ഉണ്ടോ? വെള്ളപ്പം ബീഫ് കുറച്ച് ബീഫ് കഷ്ണം എടുത്ത് കഴിക്കും. വെള്ളയപ്പത്തിന് എങ്ങനെ നല്ലല്ലേ? വേണ്ടി പോവാട്ടോ. എനിക്ക് വെള്ളയപ്പവും കുറച്ച് ബീഫ് മതി. അടിപൊളിയാണ്, സൂപ്പർ. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, അടിപൊളിയാണ്. ഇനി കള്ളപ്പം ടേസ്റ്റ് ചെയ്യാം. അടിപൊളി, നൈസ്. അങ്ങനെ ഞങ്ങൾ വെള്ളയപ്പവും വട്ടയപ്പവും നല്ല ബീഫ് ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭക്ഷണത്തിന്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഈസിയായിരിക്കും. അപ്പോൾ ഇൻഫോ യാത്രയുടെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.